friends, welcome to my channel and thank you for watching my videos and supporting me. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പം നാട്ടിലൊക്കെയാണ് കോവിഡ് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ്. നിങ്ങൾ എല്ലാവരും പ്രത്യേകം കെയർ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ടിപ്സാണ്. കാരണം നമ്മളെല്ലാവരും വർക്കിംഗ് വുമൺസ് ആണ്. പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ലഞ്ച് ഉണ്ടാക്കാനൊക്കെ നോക്കുമ്പം ആക്സിഡൻ്റ് ആയിട്ട് പോലും നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പാനിക്കാവും. ഒന്ന് നമ്മുടെ ഭാഗ്യം പോയെന്നും പറഞ്ഞ്, രണ്ടാമത് നമ്മുടെ കയ്യിലെല്ലാം സ്കാറായി, എല്ലായിടത്തും മാർക്കായി, അതിനി എങ്ങനെ പോകും എന്നൊക്കെ. അതിലൊന്നും ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഒരു പൊള്ളൽ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ഭാഗ്യം, അത് നമ്മുടെ വിധിയാണ്. ആ സമയത്ത് നമുക്ക് പൊള്ളണമെന്ന് നമ്മുടെ തലവര ഉണ്ടെങ്കിൽ അത് പൊള്ളിയേ തീരൂ. അതുകൊണ്ട് ഭാഗ്യമൊന്നും പോകുന്നില്ല. രണ്ടാമത്തേത് സ്കാറ്, അത് പൊള്ളിയാൽ ഉടനെ അധികം ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഉണങ്ങുന്നത് വരെ എക്സ്ട്രാ കെയർ കൊടുക്കണം. കാരണം ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കുകയാണ്. പൊള്ളി ഉണങ്ങിക്കഴിയുമ്പം ആ സ്കിന്നെല്ലാം പോയി കഴിയുമ്പം അവിടെ മാർക്കാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് വേ ആൻഡ് സിമ്പിൾ വേ, പച്ചമഞ്ഞൾ നമ്മുടെ തൈരിനകത്ത് നന്നായിട്ട് അരച്ചിട്ട് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് തേച്ചാൽ മതി. യാതൊരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ സ്കിൻ കളർ മാറി അത് നമ്മുടെ നോർമൽ സ്കിൻ കളറിലോട്ടാവും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ്. കാരണം ഞാൻ ഡ്യൂട്ടിക്കിടയിൽ ഇതുപോലെ കൈ പൊള്ളുന്ന മാത്രമല്ല, കംപ്ലീറ്റ് സ്കിൻ ബേണായിപ്പോയി. കുറേ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് നോക്കി, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പം മറ്റുള്ളവർ ഇത് കാണിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ഇതൊരു അനോയിങ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതുവരെ എനിക്ക് കുഴപ്പമില്ല. കാരണം കൈയൊക്കെ പൊക്കുമ്പോൾ നിന്റെ കൈകൾ പാടായിപ്പോയല്ലോ എന്നും പറഞ്ഞ് അവർക്കാണ് വിഷമം. അങ്ങനെ ഞാൻ അവസാനം മഞ്ഞൾ തേച്ച് നോക്കി. അങ്ങനെ മഞ്ഞൾ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കിന്നിൻ്റെ കളർ മാറി, എൻ്റെ നോർമൽ സ്കിന്നിലോട്ട് വന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വെറും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു സംഭവമാണ്, ഭയങ്കര എഫക്റ്റീവുമാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ കുക്കിങ് തുടങ്ങാൻ പോവാണ്. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് പക്കാവട. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പറയുന്നതാണ്. നമ്മുടെ മലയാളികൾ പറയും ഉള്ളിവട, പിന്നെ ഇംഗ്ലീഷ് സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒണിയൻ ബജി. അപ്പം ഞാനിന്ന് ഒണിയൻ ബജി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട് നീങ്ങാം. എന്നാൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. 4 ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, അതിനാവശ്യമുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, അതിനിടാനുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കൂടാതെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് എനി പർപ്പസ് ഫ്ലവറാണ്. നമുക്ക് ഏത് ഫ്ലവർ വേണമെങ്കിലും ഉപയോഗിക്കാം. എക്സാമ്പിളായിട്ട് കടലമാവിൻ്റെ പൊടി ഉപയോഗിക്കാം. കൂടാതെ നമുക്ക് സെൽഫ് റൈസിങ് ഫ്ലവർ ഉപയോഗിക്കാം. അത് നമ്മുടെ അപ്പോഴത്തെ അവൈലബിലിറ്റി അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ 1.5 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 എഗ്ഗ്, ആവശ്യമുള്ള എണ്ണ, ആവശ്യമുള്ള വാട്ടർ. നമുക്കിനി മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഗ്ലൗസ് ഉപയോഗിച്ചാട്ടോ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ മിക്സിംഗ് ആണ് ഇതിൻ്റെ മെയിനായിട്ട് ടേസ്റ്റ് വരാനുള്ള പ്രധാന ഘടകം. അപ്പം ഞാൻ സവോള ആദ്യം ഒരു അത്യാവശ്യം വലിയൊരു ബൗളിലോട്ട് ഇടുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ സോൾട്ട് ഇട്ട് ശരിക്കും ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് മല്ലിയില ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടാം. ഇത് ഉള്ളിക്കകത്തോട്ട് ഇതെല്ലാം ആകാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ഒണിയൻ ബജി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഗരം മസാല, ഇച്ചിരി മഞ്ഞളും മഞ്ഞൾ കളറിന് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിലൊക്കെ വെച്ചാൽ ഉള്ളിയോടെ മേടിക്കുമ്പോൾ ഇച്ചിരി മഞ്ഞൾ കളറിലൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട പൊടിച്ച് കഴിക്കാം. ഇപ്പം തന്നെ ഇതിൽ നിന്ന് ആവശ്യമുള്ള വെള്ളം ഇറങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടി നമുക്ക് ഇട്ടാൽ മതി കേട്ടോ.
ഒണിയൻ ബാജി എപ്പോഴും കുറുകിയിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഇനി ഒഴിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നോക്കിയിട്ട് മുട്ട ഇട്ടത് കൊണ്ട് കുറച്ചുകൂടെ വെള്ളമായി. കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാണ്ട്. നമുക്കിനി ഇതൊരു 2 മിനിറ്റത്തേക്ക് ഇങ്ങനെ മൂടി വെക്കാം. എന്നാൽ നമുക്ക് നമ്മുടെ ഒണിയൻ ബജിക്ക് പറ്റിയ ചെറിയൊരു ഡിപ്പ് ഉണ്ടാക്കാം. അത് പ്രത്യേകം എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമ്മുടെ റെസിപ്പി ആണവേ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പീനട്ട്, പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സോൾട്ട്, പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഗ്രീക്ക് സ്റ്റൈൽ യോഗോട്ട്, നാച്ചുറൽ യോഗോട്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി എടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഞാൻ നമ്മുടെ ഡിപ്പിനുള്ള സാധനം അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാനിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ തൈര് കുറച്ച് ഇതിനൊക്കെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ടിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കിങ്ങിലോട്ട് നീങ്ങാം. ഞാൻ ഇവിടെ സ്റ്റൗ ഓണാക്കി പാൻ വെക്കുകയാണ്. പാൻ ചൂടാക്കുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഓക്കെ, പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് പതുക്കെ പതുക്കെ വരണിടാം. പക്കാവിടെ ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ആയിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഒണിയൻ ബജി അല്ലെങ്കിൽ പക്കാവട റെഡിയായി. നമ്മുടെ പക്കാവട, ഇത് നമ്മുടെ കൊറിയൻ സ്റ്റൈൽ ഒണിയൻ ബജി. നല്ല ഫ്ലവർ പോലില്ലേ, ലോട്ടസ് പോലെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ലേ? അതിന് പറ്റിയ ഡിപ്പും വളരെ സിമ്പിളായിട്ടുള്ള ഡിപ്പാണ്. അതും ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻറ്റും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അടുത്ത പ്രാവശ്യം ഇതിലും നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.